കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്ത് കൊണ്ടു എന്ന് കരുതിയാൽ മതി. എനിക്ക് വല്ലാത്ത പേടിയാവുന്നു. ഇനി ഇതുപോലെ വല്ലതും ഉണ്ടാവോ സ്വാമി? ആ കുടുംബത്തിന്റെ താങ്ങും തണലുമാണ് അദ്ദേഹം. ഉള്ളിലെ ഭയം എനിക്ക് കുട്ടിയുടെ കണ്ണുകളിൽ കൂടി കാണാം. പണ്ട് ദേവാസുര യുദ്ധം നടക്കുന്ന കാലത്ത് അസുരന്മാരെ ഭയന്ന് ദേവേന്ദ്രൻ ഓടിപ്പോയി. അന്ന് രാക്ഷസന്മാരോട് എതിരിടാൻ ഭഗവാൻ മഹാവിഷ്ണു ദേവന്മാർക്ക് ഇന്ദ്രധ്വജം നൽകി. ഈ ഇന്ദ്രധ്വജം എന്നാൽ എന്താണെന്നറിയോ? ഇല്ല. ശത്രുഭയം ഇല്ലാതാക്കുന്നതിനും മഴ പെയ്യിക്കുന്നതിനും ഉയർത്തുന്ന കൊടിമരമാണ് ഇന്ദ്രധ്വജം. അതിനുശേഷം ദേവന്മാർ യുദ്ധം ജയിച്ചു. ഇവിടെ അമരാവതിയിലെ ശത്രുക്കളെ ജയിക്കാൻ അയാളുടെ കുലദൈവങ്ങൾ കനിഞ്ഞനുഗ്രഹിച്ച ആയുധമാണ് നീ. ഇന്ദ്രധ്വജം പോലെ അമരാവതിക്ക് മേൽ അനുഗ്രഹമാകാൻ നിന്റെ ജാതക യോഗത്തിന് മാത്രമേ കഴിയൂ. പക്ഷേ അതിന് കുട്ടി ചെയ്യേണ്ടുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സ്വാമി. ആ കുടുംബത്തിനും അവിടെ ഉള്ളവർക്കും ഒന്നും സംഭവിക്കരുത്. ഞാൻ ആ വീട്ടിൽ യോഗ്യതയില്ലാതെ വന്ന് കയറിയവളാ. അദ്ദേഹത്തിന്റെ ഭാര്യ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അതിന്റെ പേരിലുള്ള ഒരു അവകാശവും അധികാരവും എനിക്കില്ല. എങ്കിലും എന്നെ സ്നേഹിക്കുന്ന ഒരു അമ്മയുണ്ട് ആ വീട്ടിൽ. ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലും കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ മനസ്സുള്ള ആളാണ് എന്റെ ഭർത്താവ്. അവർക്ക് വേണ്ടി എന്റെ ജീവൻ നൽകാൻ വരെ ഞാൻ തയ്യാറാ സ്വാമിജി. നീ പറഞ്ഞ സങ്കടങ്ങൾക്കൊക്കെയുമുള്ള പരിഹാരം നേരത്തെ തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട്. വിഷമിക്കണ്ട. സമയമാവുമ്പോ ഈശ്വരൻ തന്നെ നിനക്കത് കാണിച്ചു തരും. പക്ഷേ നിന്റെ ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടി നീ സോമവാര വ്രതം അനുഷ്ഠിക്കണം. എന്താന്ന് മനസ്സിലായില്ലല്ലേ? തിങ്കളാഴ്ച വ്രതം തന്നെ. പരമശിവനും പാർവതിയും വേർപിരിഞ്ഞവരാണ്, പക്ഷെ വീണ്ടും ഒന്നിച്ചില്ലേ? അതിന് സമാനമാണ് നിങ്ങളുടെ ജീവിതം. പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാകും, ശത്രുക്കളുടെ എണ്ണവും കൂടും. ശുദ്ധ അശുദ്ധങ്ങൾ നോക്കി മാസത്തിൽ ഒന്നെന്ന ക്രമം നോക്കി 12 മാസക്കാലം ഈ വ്രതം അനുഷ്ഠിക്കണം. ശേഷം എല്ലാം ഭംഗിയാവും. ഇതെന്താ സ്വാമിജി? മൂകാംബികയിൽ ജപിച്ച ചരടാണ്. ദേവിക്ക് ചാർത്തിയ കളഭമുണ്ട്. ഇത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കണം. ചരട് കയ്യിൽ കെട്ടിക്കൊടുക്കണം. കളഭം എല്ലാ ദിവസവും രാവിലെ നെറ്റിയിൽ തൊടുവയ്ക്കുകയും വേണം. ചെയ്യാം സ്വാമിജി. അദ്ദേഹത്തിന്റെ ആയുസിന് വേണ്ടി ഞാൻ എത്ര കഠിന വ്രതം അനുഷ്ഠിക്കാം. എല്ലാം മംഗളമായി വരും. പോയി വരൂ. സന്തോഷമുള്ള സമയത്ത് ഞാൻ വരും മോളെ കാണാൻ. ശരി സ്വാമി. നന്നായി വരട്ടെ. കൈവിട്. എന്തേ കാണിക്കുന്നത്? എന്ത്? അയ്യോ, അതിനു വേണ്ടിയാണോ നീ ഇവിടെ കിടന്ന് മണിച്ചിത്ര കളിക്കുന്നേ? ഉരിയാടാൻ പാടില്ലെന്ന് മണിസ്വാമി പ്രത്യേകം പറഞ്ഞത് അറിയോ? ഞാൻ കെട്ടിക്കോളാം. അത് അവിടെ ഒന്നും വെക്കാൻ പാടില്ല എന്റെ പൊന്നു ചേട്ടാ. ഒരു ഭർത്താവിന്റെ ആരോഗ്യത്തിനും ആയുസിനും വേണ്ടി പൂജയും കർമ്മങ്ങളും ഒക്കെ നടത്തേണ്ടത് ഒരു ഭാര്യയുടെ കടമയാ. അത് ഭാര്യയല്ലേ, അടുക്കളക്കാരിയല്ലല്ലോ. എന്റെ കുശിനിക്കാരാ, നിങ്ങൾ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും നിയമപരമായി ഞാൻ നിങ്ങളുടെ ഭാര്യ തന്നെയാ. ഭാര്യ
ഭാര്യ. കഴിഞ്ഞ ജന്മത്തായിരുന്നെങ്കിലേ രാവിലെ രാജകുമാരിക്കുള്ള കാപ്പിയും കൊണ്ട് കുശിനിക്കാരൻ റാൻ മൂളി എന്റെ അന്തപുരവാതിൽക്കൽ കാത്തു നിൽക്കേണ്ടി വന്നേനെ. നിന്നെ പോലൊരുത്തിയുടെ കൂടെ ജീവിക്കേണ്ടി വന്ന അതിനേക്കാളും വലിയൊരു ദുരന്തം വേറെയില്ല. ആയിക്കോട്ടെ, പക്ഷെ ഞാൻ ഭർത്താവിന്റെ സ്ഥാനത്ത് നിങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആര് പറഞ്ഞു അങ്ങനെ കാണാൻ? ഞാൻ പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞോ പറഞ്ഞില്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ദേ, ഈ താലി കണ്ടോ? ഇതെന്റെ കഴുത്തി കിടക്കുന്നിടത്തോളം ഭർത്താവ് നിങ്ങൾ തന്നെയാ. എന്റെ കഷ്ടകാലം അല്ല എന്തു പറയാം. ആ, അത് ശരി തന്നെയാ. ഇപ്പൊ നിങ്ങൾക്ക് കഷ്ടകാലം തന്നെയാ. അത് മാറാൻ വേണ്ടി ആ മണിസ്വാമി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് കാര്യം? ആ, അടുത്ത തിങ്കളാഴ്ച മുതല് ഞാൻ വ്രതം തുടങ്ങുക. വേണ്ട, അതിന്റെ ഒരു ആവശ്യമില്ല. ആവശ്യമുണ്ട്. വേണമെങ്കിൽ ഞാനൊരു ഹെൽപ്പും കൂടെ ചെയ്യാം. ഹെൽപ്പ് ചെയ്യാന്നോ? മണ്ടത്തരം ചെയ്യാന്ന് പറ. ഈയടാ ഒരു തമാശ. ഇതല്ല മാഷെ. ഇപ്പം നിങ്ങൾക്ക് വയ്യാത്തോണ്ടേ റെസ്റ്റോറന്റ് വേണമെങ്കിൽ കുറച്ചു കാലം ഞാൻ നോക്കി നടത്താം. അയ്യോ വേണ്ടായേ, നിന്റെ സേവനം തൽക്കാലം അവിടെ വേണ്ട. ഒരിക്കലും അവിടെ ഒന്ന് കുളവാക്കിയത് ഞാൻ മറന്നിട്ടില്ല. ദയവ് ചെയ്ത് അത് പൂട്ടിക്കരുത്. ഓ, വേണ്ടെങ്കി വേണ്ട. അവൻ എന്നെ ഏട്ടത്തിയമ്മന്ന് വിളിച്ചതാ എന്നെ അത്ഭുതപ്പെടുത്തിയത്. അവൻ ഇവിടെ വന്നിട്ട് ഇത്രയും നാളായി. ഇതുവരെ എന്നെ പേരാ വിളിച്ചത്. പക്ഷേ ഇന്ന് പെട്ടെന്ന് അങ്ങനെ വിളിച്ചപ്പോ സത്യം പറയാലോ ഹിറ്റ്ലറെ, എന്റെ കണ്ണങ്ങ് നിറഞ്ഞുപോയി. എനിക്കതിലൊട്ടും അത്ഭുതമില്ല. അവന്റെ സ്വഭാവശീലങ്ങളൊക്കെ എനിക്കറിയാം. അല്ലെങ്കിൽ ഞാൻ വളർത്തിയതിന്റെ ഗുണം എന്റെ അനിയന് കിട്ടാതിരിക്കില്ലല്ലോ. ഓ പിന്നെ, ഒരു വളർത്തു ഗുണം കൊണ്ട് വന്നിരിക്കുന്നു. അപ്പൊ അമ്മയ്ക്ക് അതിന്റെ ക്രെഡിറ്റ് ഒന്നും ഇല്ലേ? ആദ്യത്തെ ക്രെഡിറ്റ് അമ്മയ്ക്ക് തന്നെയാ. പക്ഷേ കൈപിടിച്ച് വളർത്തിയത് ഞാൻ തന്നെയാ. അതെ സാറേ, സാറിന്റെ വളർത്തു ഗുണം മാത്രല്ല, ഈ കൊടുക്കുന്നത് കിട്ടും എന്നൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? ഹാ, ഞാൻ അവന് കൊടുത്ത സ്നേഹവും വാത്സല്യവാ എനിക്ക് തിരിച്ചു കിട്ടിയത്. നല്ലത് കൊടുത്താ നല്ലത് കിട്ടും. നിങ്ങളുടെ കാര്യത്തിലും ഇതുപോലെ തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. അത് മറക്കണ്ട. ജ്യോതി, ആ ജ്യോതി, ദേ നോക്കി, ഇവനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇവന്റെ പേര് റോക്കി എന്നാ. ഇത് അവനല്ലേ? അന്ന് ക്ഷേത്രത്തിൽ വെച്ച് തല്ലാൻ വന്ന ഗുണ്ടകളുടെ കൂട്ടത്തിൽ ഇവനും ഉണ്ടായിരുന്നു. ഷെഫിന്റെ വേഷത്തിലായതുകൊണ്ടാ നേരത്തെ മനസ്സിലാകാതെ പോയത്. അന്ന് ഹിരൺമയിക്ക് വേണ്ടിയല്ലേ ഇവൻ വന്നത്? ഹിറ്റ്ലർ, അവർക്കിനി എന്തെങ്കിലും ഇതില് പങ്ക് കാണും? ഇനിയിപ്പോ അവനാണോ ഇതിന്റെ പിന്നില്? വേറെന്താ ഇവനെ കുറിച്ച് വിവരം കിട്ടിയത്? ഇവനൊരു പക്ക ക്രിമിനലാ. 10-15 കേസിൽ പ്രതിയാ. ഈ അടുത്തൊരു മയക്കുമരുന്ന് കേസില് ഇവനെ ഊരിക്കൊടുത്തത് എന്റെ ഏട്ടനാ. സ്റ്റേഷനിൽ 1-2 തവണ ഇവൻ ഏട്ടനെ കാണാൻ പോയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇനിയും അവിനാഷിന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടാവോ? അറിയില്ല. എന്റെ ഏട്ടനായതുകൊണ്ട് ഓരോറപ്പും പറയാൻ പറ്റില്ല.